എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഐ എം ഫീലിംഗ് സോ ഗ്രേറ്റ്ഫുൾ. ആദ്യത്തെ വീഡിയോക്ക് ഇത്തരത്തിലൊരു റെസ്പോൺസോ സപ്പോർട്ടോ ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഞാൻ പോസ്റ്റ് ചെയ്തത്. ബട്ട് ഇറ്റ് റീച്ച് ടു ദ റൈറ്റ് പീപ്പിൾ. ആൻഡ് ആ കമന്റ് ഇട്ട ഓരോരുത്തരും, അല്ലെങ്കിൽ ആ വീഡിയോ ലൈക്ക് ചെയ്ത ഓരോരുത്തരോടും ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട് I really want to thank. And I just want to tell one more thing that നമ്മുടെ ഉള്ളൊരു അബഡൻസ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ലൈക്ക് ആ ലെവലിൽ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു വീഡിയോ താഴെ നെഗറ്റീവ് കമന്റ് ഇടാനും അല്ലെങ്കിൽ ആ ഒരു ഇട്ടൊരു വ്യക്തിയുടെ മൂഡ് സ്പോയിൽ ചെയ്യാനും അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, ആരെക്കൊണ്ടും പറ്റും. പക്ഷെ ഒരാൾക്കൊരു ഹോപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരാളെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ വ്യക്തിയും കയറി വന്നോട്ടെ. അതായത് ഞാൻ രണ്ടു തരത്തിലുള്ള ആൾക്കാർ കമന്റ് ഇടുന്ന കണ്ടായിരുന്നു. ലൈക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരും അതേപോലെ തന്നെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരും. അപ്പോൾ എന്താ പറയാ, എന്റെ കയ്യിൽ ഇല്ലെങ്കിലും എന്റെ കൂടെ അവനും കയറി വന്നോട്ടെ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഉണ്ടെങ്കിലും അവനും എന്റെ ഒപ്പം എത്തിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആ ഒരു അബഡൻസ് മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. ടു ബി ഓണസ്റ്റ്, ദേ ഡിസേർവ് all the goodness, all the success in their life. So I wish, എന്നെ വിഷയം എല്ലാവരോടും same, I also wishing you all that you guys deserve success. You guys deserve best in life. So ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ ഇടയാവട്ടെ. ബിക്കോസ് നിങ്ങളുടെ ആ ഒരു കമന്റ് ഇട്ടത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കാം. ആ ഒരു എനർജിക്ക് റിഫ്ലക്ഷൻ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളോട് എത്തുന്നുണ്ടാവുക. ഐ ബിലീവ് ദാറ്റ് ഈ യൂണിവേഴ്സിലെ എല്ലാം എനർജിയാണ്. നമ്മൾ എല്ലാവരും ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ബിലീവ് ഇൻ ദാറ്റ്. ഐ ബ്ലൈൻഡ്ലി ബിലീവ് ഇൻ യൂണിവേഴ്സ്. ഐ ഹാവ് അൾട്ടിമേറ്റ് ഫെയ്ത്ത് ഇൻ യൂണിവേഴ്സ്. സോ this video will also reach to those people who really want to hear this. ഞാൻ പറയുന്നത് ചിലപ്പോൾ എക്സാക്ട്ലി കേൾക്കണം അല്ലെങ്കിൽ എന്ന ലെവലിൽ എഴുതുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവും. ലിറ്ററലി ഐ ഓൾസോ റെഡ് എ കമന്റ് ലൈക്ക് ദാറ്റ് ഓൺ മൈ ഫസ്റ്റ് വീഡിയോ ഓൾസോ. സോ ദാറ്റ്സ് ട്രൂ. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്ന സമയത്ത് ചില റാൻഡം വീഡിയോസ് എനിക്ക് പോപ്പപ്പ് ആയിട്ടുണ്ട്. സോ അവിടെ നിന്ന് ഞാൻ ഒരുപാട് ആക്ഷൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് എ സൈൻ ഫ്രം യൂണിവേഴ്സ്, നൗ ഐ നീഡ് ടു ടേക്ക് ദ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ആയിക്കോട്ടെ, ദോസ് ഹു റിയലി വാണ്ട് അവരോട് എത്തട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മീൻസ് എന്താ പറയാ, ആ ഒരു അബഡൻസ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ, മറ്റുള്ളവരും കൂടെ കയറി വന്നോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം വളർന്നോട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ, ദേ വിൽ റീച്ച് ഹൈറ്റ്സ് ഇൻ ദ ലൈഫ്. ആൻഡ് ഓൾസോ ആ കുറച്ച് കമന്റ്സ് ഒന്ന് ക്ലിയർ ചെയ്യാൻ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തിരുന്നത്. ഓൾസോ എന്റെ ചെറിയൊരു ഇൻട്രോ, അതാണ് ഈ വീഡിയോനകത്തല്ല, അല്ലാതെ വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. അതിനകത്ത് ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, കോൺഫിഡൻസ് നല്ലതാണ്, ബട്ട് നമുക്ക് അറിയില്ല എന്തായിരിക്കും നടക്കുക, ബട്ട് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ലിറ്ററലി ഐ 100% എഗ്രീങ് വിത്ത് ദാറ്റ്. നമുക്ക് ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എവിടെ എത്താൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് കൺസിസ്റ്റൻസി വേണം, എല്ലാം വേണം. അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ ഫെയ്ത്ത്. നമുക്ക് നാളെ എന്ത് സംഭവിക്കുന്ന കാര്യം നമുക്ക് അറിയില്ല, പക്ഷേ എനിക്ക് അവിടെ എത്തണം എന്നൊരു അൾട്ടിമേറ്റ് ഫെയ്ത്ത് ഉണ്ടായിട്ട് ആ ഫെയ്ത്തിന്റെ കൂടെ ആ ഒരു കൺസിസ്റ്റന്റ് ആക്ഷൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുക എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതായത് എന്റെ പല ലൈഫിലെ സിറ്റുവേഷൻസിലും എന്റെ വിശ്വാസം ഇല്ലായ്മ അല്ലെങ്കിൽ എന്റെ എന്താ പറയാ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു മൈൻഡ് സെറ്റ് കാരണം പലതും മിസ്സായി പോയിട്ടുണ്ട്. ബട്ട് ദിസ് ടൈം ഐ റീവയർഡ് മൈ മൈൻഡ് ആൻഡ് whatever the result, I leave that to the higher power, the universe. But I have that ultimate faith. And ഇപ്പോഴും ആ സെയിം സ്റ്റാൻഡേർഡ് തന്നെ ഉറച്ചു നിൽക്കുവാണ്. After 5 years, ഈ വീഡിയോസ് കാണുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവാൻ പറ്റും, this girl was totally changed. She done a lot in her life. Because I know the proper way, but എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഐ നോ ദാറ്റ്. ആൻഡ് ഐ ഡോണ്ട് നോ, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ റിസൾട്ട് എന്തായാലും വരും, അല്ലെങ്കിൽ ആ റിസൾട്ടിലല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, അതിലല്ല ഞാൻ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്, അതിലല്ല എനിക്ക് ഇത്ര വിശ്വാസമുള്ളത്. ഞാൻ പോകാൻ പോകുന്ന ജേർണിയിലാണ് ഞാൻ ഫെയ്ത്ത് വെക്കുന്നത്, ഞാൻ എന്നിലാണ് ഫെയ്ത്ത് വെക്കുന്നത്, ഞാൻ ആ അൾട്ടിമേറ്റ് യൂണിവേഴ്സിലാണ് ഫെയ്ത്ത് വെക്കുന്നത്. അതൊരിക്കലും ഒരു അരോഗന്റ് ആയിട്ട് എടുക്കരുത്. ബിക്കോസ് നമുക്ക് അൾട്ടിമേറ്റ് ഫെയ്ത്ത് ഇല്ലാത്തത്തോളം കാലം, നമുക്ക് നമ്മളിൽ പൂർണ്ണമായിട്ട് വിശ്വാസം ഇല്ലാത്തത്തോളം കാലം നമുക്കൊരിക്കലും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റില്ല. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ, കൺസിസ്റ്റന്റ് ആക്ഷൻസ് എടുക്കുക. അപ്പൊ ഞാൻ എന്താ പറയാ, യൂട്യൂബാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഞാൻ ഇപ്പൊ 2 വീഡിയോസ് ആണ് ഇടുന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും 2 വീഡിയോസ് ഇടാം. അങ്ങനെ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് 5 years ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ബി ഷുവർ ഐ വാണ്ട് ടു ബി ഇൻ ദിസ് പ്ലാറ്റ്ഫോം. അതെല്ലാം എന്റെ പ്ലാൻ വേറെ ബിസിനസ് ആണ്, ഇൻസ്റ്റാഗ്രാം ആണ്, എന്താണോ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത്, എനിക്ക് അവിടെ എത്തുന്ന അത്രയും ഉറപ്പുണ്ടാവണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്ലാൻ ഉണ്ടാവും, അത് ചെയ്യാൻ പറ്റുന്ന ഒരു അൾട്ടിമേറ്റ് എനിക്ക് ഒരു വിശ്വാസം ഉണ്ടാവും. സോ ദാറ്റ് ഇസ് എ തിങ്. പിന്നെ ഒരു കമന്റിനകത്ത് വന്നൊരു കാര്യമായിരുന്നു, ആഡ് വരുന്നുണ്ട്, മോണിറ്റൈസേഷൻ ചെയ്യാതെ തന്നെ ആഡ്സ് വരുന്നുണ്ട് നിലവിൽ. ദാറ്റ് വാസ് എ ന്യൂ ഫീച്ചർ ഓഫ് യൂട്യൂബ്. ദാറ്റ് മോണിറ്റൈസ് ആയിട്ട് ആൾക്കാരുടെ ആഡ് വന്നു കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ഏർണിംഗ്സ്. മോണിറ്റൈസ് ചെയ്യാത്ത ആൾക്കാരുടെയും ആഡ് വരും, ബട്ട് ദേ വുഡന്റ് ഗെറ്റ് ഏർണിംഗ്സ്. അങ്ങനത്തെ ഒരു ഫീച്ചർ, പുതിയൊരു ഫീച്ചർ ആണത്. ആൻഡ് പിന്നെ കുറെ കമന്റ്സിനകത്ത് ഒരുപാട് വിഷസ് ഞാൻ കണ്ടു, ലൈക്ക് അബൌട്ട് ദ ഗുഡ് മൈൻഡ് സെറ്റ്. ആൻഡ് അതേപോലെ തന്നെ ഒരുപാട് ഓൾ ദി ബെസ്റ്റ്, ലൈക്ക് താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ടു ഗോ വിത്ത് സച്ച് കൈൻഡ് പീപ്പിൾ വിത്ത് മീ. ആൻഡ് എന്നെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ എന്റെ പേര് നന്ദന എന്നാണ്. എന്റെ പ്ലേസ് വരുന്നത് പാലക്കാടാണ്. കറന്റ് ഞാൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ എന്താ പറയുക, ഇപ്പൊ കണ്ടന്റ് ക്രിയേഷൻ ഫോക്കസ് ചെയ്യുമായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. യൂട്യൂബിൽ പ്രസന്റ്ലി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ യൂട്യൂബ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓൾസോ ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ബിസിനസ് ആണ്. ഒരു 1 year ആയിട്ട് ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ്. സൂൺ ഐ ഓൾസോ വാണ്ട് ടു സ്റ്റാർട്ട് ദാറ്റ് ഓൾസോ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് മീ. നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവുന്ന, എന്നെയും ഗ്രോ ചെയ്യിപ്പിക്കുന്ന ഒരുപാട് കണ്ടന്റ്സും ആയിട്ടും ലൈഫ് എക്സ്പീരിയൻസും ആയിട്ടും സൂൺ ലെറ്റ്സ് സീ വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.